എന്ന് ഓർക്കുന്നൊരു ഹദീസ് പറഞ്ഞുതരാം. ഗോത്രപക്ഷപാതം കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുണ്ട്. ഗോത്രപക്ഷപാതം കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇത് നബി പറഞ്ഞതാ. വർഗീയത എന്ന് പറഞ്ഞത് ഇതാണല്ലോ, അല്ലേ? വർഗീയത എന്ന് പറഞ്ഞത് ഇതാണല്ലോ മുഹമ്മദ് നബി പറഞ്ഞത്. അതേ ഒരിക്കൽ പറഞ്ഞത്, നിന്റെ സഹോദരൻ ആക്രമിക്കുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും അവനെ സഹായിക്കുക. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു. അപ്പം നബിയുടെ സദസ്സിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും. നബി പറഞ്ഞതിൻ്റെ പേര് എതിർക്കും, വിശദീകരണം ചോദിക്കും, വൈരുദ്ധ്യം കണ്ടാൽ പറയും. അങ്ങനെയാണത്. അത് ബുഖാരിയൊക്കെ വായിച്ചൊക്കെ അറിയാം. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, എന്താ നബി ഈ പറയുന്നത്? ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, അക്രമി എങ്ങനെ സഹായിക്കുക? അപ്പം നബി പറഞ്ഞ മറുപടി എന്താ അറിയുക? അക്രമിയെ അക്രമം കാണിക്കാൻ വിടാതെ അവൻ്റെ രണ്ട് കൈയും ബലമായി പിടിച്ചു വെക്കലാണ് ആ സഹായം എന്നാ. എൻ്റെ സഹോദരൻ ഒരുത്തൻ ആക്രമിക്കാൻ പോകുമ്പോൾ നീ അവൻ എങ്ങനെ സഹായിക്കുന്നത്? ആ അക്രമം കാണിക്കാൻ വിടാതെ അവൻ്റെ രണ്ട് കൈയും പിടിച്ചു വെക്കുക. അതേ മനസ്സിലായി. അല്ലാതെ ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. മുസ്ലിങ്ങൾ എന്ത് അന്യായം ചെയ്താലും ഞാൻ ഒന്നുകിൽ വാക്കുകൊണ്ട് അതിനെ അനുകൂലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് അതിനെ അനുവദിക്കും. അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കഥ പറഞ്ഞുതരാം. ഖലീഫ ഉമർ നാട് വാഴുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ, ഒരാൾ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, അബ്ദുല്ലാഹി ഇബ്നു ഉമറ. ഇവർ ദിംഷ്കിൽ പോയി, ഡമാസ്കസ്. അവരെന്താവശ്യത്തിന് പോയതാണ്. അപ്പോൾ അവിടുത്തെ ഗവർണർ ഇവരെ സുഹൃത്താണ്, രണ്ടാളെ. അപ്പോൾ ഇവരുടെ പണി കഴിഞ്ഞാൽ അവരെ കാണാനുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇയാളൊന്ന് കണ്ടൊരു സൗഹൃദ സന്ദർശനം, ഒരു കിഡ്സി വിസിറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചായയും ഈത്തപ്പഴമൊക്കെ കൊടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൈത്തുൽ മാലിൽ പൊതുഖജനാവ് അടയ്ക്കാൻ ഖലീഫയെ ഏൽപ്പിക്കാണ്ട് കുറച്ച് പൈസ ഉണ്ട് അവിടെ, അത് നിങ്ങളെ തന്നാൽ മതി, ഇനിയിപ്പോൾ ഞാനതിന് വേറെ ആളെ പറഞ്ഞേക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഖലീഫ ഉമറിൻ്റെ രണ്ട് മക്കൾ ആ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവരോട് നിങ്ങളുടെ തന്നേക്ക് ഞങ്ങൾ കൊടുത്തേക്കാന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് ഇവർക്കൊരു ഐഡിയ തോന്നി. അവിടെ അവർ ഒട്ടോപ്പുറത്താണ് വരുന്നത്. അവിടെ ചന്തയിൽ കണ്ട പല സാധനങ്ങളും തിരഞ്ഞു പിടിച്ച് മേടിച്ചു. ഈ പൈസ കൊണ്ടാണ് മേടിച്ചത് ഒക്കെ ഉള്ളത്. അവിടെ ഉക്കാദ് എന്നൊരു ചന്തയുണ്ട് അന്ന് മദീനയിൽ. ആ ചന്തയിൽ ഇതൊക്കെ വിറ്റു വലിയ ലാഭം കിട്ടി. ഈ എത്രയാണോ ദിംഷ്കിലെ ഗവർണർ ബൈത്തുൽ മാൽ അടക്കാൻ പറഞ്ഞാൽ ആ പണം കൃത്യമായിട്ട് ഇവിടെ അടച്ചു. വല്ല തെറ്റുണ്ടോ? ഒരു പൈസ അവരെടുത്തിട്ടില്ല, അടച്ചു. ഉമർ ഈ വിവരം അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഉമർ അറിഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഉമർ വിധിച്ചു, ആ ലാഭം കൂടി ബൈത്തുൽ മാൽ അടക്കണം. ഇവരെ രണ്ടാളെയും 40 അടി വീതം അടിക്കണം. അപ്പം മക്കളോട് ഇത് നീതിയല്ല ഈ പറയുന്നത്. ഞങ്ങൾ ബൈത്തുൽ മാലിൽ ഒരു പൈസ എടുത്തിട്ടില്ല. ഞങ്ങളോട് ദിംഷ്കിലെ ഗവർണർ ഇവിടെ അടയ്ക്കാൻ പറഞ്ഞ പൈസ ഇവിടെ അടച്ചിട്ടുണ്ട്. എന്താ അടുത്ത് തെറ്റുള്ളത്? അതുകൊണ്ട് ഈ ലാഭം ബൈത്തുൽ മാൽ അടക്കണം എന്ന് പറഞ്ഞാൽ അന്യായമാണ്, ഞങ്ങളെ 40 അടി അടിക്കാന്ന് പറഞ്ഞാൽ അന്യായമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ പറഞ്ഞാൽ ശരിയല്ല, കാരണം നിങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മൂലധനം ഇടുന്ന മൂലധനം ബൈത്തുൽ മാലിൻ്റെ പൈസയല്ലേ, നിങ്ങളതിലേ മുടക്കിയത്, എന്നിട്ട് ലാഭം കിട്ടിയത്. അപ്പോൾ ഇവർ പറഞ്ഞു ശരി, പക്ഷേ ഏത് സാധനം വാങ്ങണം എന്നുള്ളത് ഞങ്ങളുടെ ബുദ്ധിയാണ്. ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ആ സാധനം വാങ്ങി. ഇവിടെ മദീനെ കൊണ്ടുവന്ന് വിറ്റാൽ ലാഭം കിട്ടുന്ന ചിലവാകുന്ന എന്നാൽ ഞങ്ങൾക്ക് അറിയണമല്ലോ. 2 അത് ഈ ഒട്ടകത്ത് പേര് കൊണ്ടുവന്ന് ഞങ്ങളാണ്. 3 ഇതിവിടെ വിറ്റ് ഞങ്ങളാണ്. അപ്പം ഞങ്ങളുടെ ബുദ്ധിക്കും ഞങ്ങളുടെ അധ്വാനത്തിനൊരു വിലയില്ലേ? അപ്പോൾ ഉമർ പറഞ്ഞു ശരിയാ. പറഞ്ഞു മുടക്ക് മുതൽ ബൈത്തുൽ മാലിൻ്റെ പൈസ, അധ്വാനം നിങ്ങളുടെയാണ്. അതുകൊണ്ട് ലാഭത്തിൻ്റെ പകുതി നിങ്ങൾക്ക് എടുക്കുക, പകുതി ബൈത്തുൽ മാൽ അടയ്ക്കണം. പിന്നെ 40 അടി അടിക്കും. അതെന്തിനാ? ഖലീഫയുടെ മക്കൾ മാതൃകാപരമായി പെരുമാറണം. 40 അടി അടിച്ചു. ഉമർ അന്നൊരു പ്രഖ്യാപനം, ഒരു വിളംബരം പുറപ്പെടുവിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലല്ലാതെ സർക്കാരിൻ്റെ മുതൽ പണം എങ്ങോട്ടും അയക്കാനും വാങ്ങാനൊന്നും പാടില്ല. ഇന്നിപ്പോൾ അത് നിയമമാണല്ലോ.
എനിക്ക് അറിഞ്ഞൂടെ, ചിലപ്പോൾ ആ വിധി ആദ്യം പുറപ്പെടുവിച്ച് ഉമറായിരിക്കും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് പിന്നെ പോസ്റ്റ്മാൻ അല്ലാതെ എമ്മോ കൊണ്ടുപോയി വേറെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ കാർഷിക മാഷ വീട്ടിലേക്ക് പോലെ ഈ എമ്മോ അവിടെ കൊടുത്തേക്ക് നവാസിനോട് പോസ്റ്റ്മാൻ പറയാൻ പറ്റുമോ? പോസ്റ്റ്മാൻ അവിടെ കൊണ്ടു തരണം വേണ്ടേ? അപ്പം ഇതിനെയാണ് നീതിബോധം എന്ന് പറയുക. അത് നിങ്ങൾ ഉമറിൻ്റെ എവിടെ വായിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ വേറൊരു കഥ പറയാം. റോമിലേക്ക് സൈന്യം പോവാ. അപ്പോൾ പോണ വഴിക്കൽ ഇവരൊരു സ്ഥലത്ത് തമ്പടിച്ചു. അതൊരു 4 കൂടിയ വഴിയാണ്. അപ്പം അവിടെ ഒരു വീടുണ്ട്. ആ വീട് നിൽക്കുന്ന സ്ഥലം വളരെ പാകമുള്ളതാണ്. അപ്പോൾ അത് കിട്ടിയാൽ ഇവർക്ക് സൈനികർക്ക് നിസ്കരിക്കാനൊരു പള്ളിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു യഹൂദൻ്റെ വീടാണ്. അപ്പോൾ ഇവർ എന്ന യഹൂദനോട് പറഞ്ഞു, ആ വീട് പറമ്പ് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദൻ പറഞ്ഞത് വിൽക്കണ്ടാക്കിയല്ലേ ഞാൻ താമസിക്കുന്നത്. താഴ്മേരിയും പറഞ്ഞ് ഇവർ മോഹവില പറഞ്ഞു. 10 കൊടുക്കേണ്ടടുത്ത് 100 കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചില്ല. അപ്പോൾ ഇവർ സൈനികരല്ലേ, അയാളെ വീട് അങ്ങോട്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടെ പള്ളി കയറ്റി. അങ്ങനെ കഴിഞ്ഞ് ഇവർ പോയി. അപ്പോൾ ഉമറിനൊരു രീതിയുണ്ട്. ഏത് ഭാഗത്തേക്ക് സൈന്യം പോയാലും അതിൻ്റെ 2 or 3 ദിവസം അല്ലെങ്കിൽ 2 or 3 ആഴ്ച കഴിഞ്ഞ് മൂപ്പർ ആ വഴിക്ക് പോകും. എന്തിനാണ്? സൈന്യം വല്ല അക്രമം കാണിച്ചോന്ന് അറിയാൻ. അപ്പോൾ ഈ സ്ഥലത്ത് ഉമർ എത്തി. അപ്പോൾ അദ്ദേഹം അവിടെ തമ്പടിച്ചു. അപ്പോൾ ഈ സൈന്യം പോയ വഴിക്ക് ഏതെങ്കിലും പരാതിക്കാരോ അന്യായക്കാരോ ആരുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ യഹൂദൻ വന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന പള്ളിയില്ലേ, അതിൻ്റെ വീട് തട്ടിക്കളഞ്ഞിട്ട് കയറ്റിയ പള്ളിയാണ്. ആണോ? ആ പറമ്പ് എൻ്റേതാണ്. എന്നിട്ട് നീ വെറ്റതല്ലേ? അല്ല. നിനക്ക് വില തന്നില്ല? ഇല്ല. എന്താ? ഞാൻ മേടിച്ചില്ല. അതെന്താ? ഞാൻ വിൽക്കണ്ടാക്കിയല്ലത്, എൻ്റെ വീടല്ലേ, ഞാൻ വിൽക്കുന്നത്. അപ്പോൾ ഉണ്ടായതുപോലെ എല്ലാം പറഞ്ഞു. അവരിനോട് വിലയ്ക്ക് ചോദിച്ചു. പിന്നെ മോഹവില പറഞ്ഞു, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സൈനികരാണ്, ബലം പ്രയോഗിച്ചത്. അപ്പോൾ ഉമർ അയൽവക്കത്തുള്ള 4 ആളെ വിളിച്ചു. ഈ യഹൂദൻ പറഞ്ഞു, സത്യമാണോ ചോദിച്ചു. സത്യമെന്ന്. ഇവരെന്തെന്നറിയാം, ആ പള്ളി തട്ടിക്കളഞ്ഞു. അവിടെ യഹൂദൻ്റെ വീട് കയറ്റിയിട്ടാണ് ഇവർ പിന്നെ പോണത്. ഇതിനെയാണ് നീതിബോധം എന്ന് പറയുക. ഗാന്ധിജി പോലും പറഞ്ഞല്ലോ ഉമറിൻ്റെ. അപ്പം ഇതിനെയാണ് നീതിബോധം എന്ന് പറയുക. അത് നമ്മുടെ സൈന്യമാണ്, നമ്മുടെ പാർട്ടിയാണ്, നമ്മുടെ ജാതിക്കാരനാണ്, നമ്മളെ വല്യാപ്പയാണ്, നമ്മളെ മരുവനാണ്. അങ്ങനെ ഇല്ല. അതാണ് നബിയ പറഞ്ഞത്, ഗോത്രപക്ഷപാതം കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വർഗീയത കാണിച്ചാൽ നിങ്ങൾ മുസ്ലിം ആവില്ല എന്നാണ് പറഞ്ഞത്.